നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സെക്ഷൻ. സോ ലിസൺ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. C2 ആൻഡ് C3 ആർ ഇൻ സീരീസ് അല്ലേ? ഇത് രണ്ടും സീരീസിലാണ്. വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്? ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? സീരീസ് ആണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയൂ. രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? 1/C1 പ്ലസ് 1/C2 ദ ഹോൾ ഇൻവേഴ്സ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതെന്ത് വരും? C1 C2 ഓവർ ദാറ്റ് C2 പ്ലസ് C1 എന്ന് വരും. C2 പ്ലസ് C1 അതിന്റെ ഇൻവേഴ്സ്. അപ്പൊ ഇവിടെ ഇൻവേഴ്സ് വരുമ്പോ എന്താവും? C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്നാവും. നമുക്ക് ഒറ്റയടിക്ക് എഴുതാന്നുള്ളേ ഉള്ളൂ. സോ C1 ആൻഡ് C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ടോട്ടൽ കപ്പാസിറ്റൻസ് ആണല്ലോ ഇക്വേഷൻ. സ്ട്രൈറ്റ് ആയിട്ട് പറയൂ. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇവിടെ C1ഉം C2ഉം എന്തൊക്കെയാണ്? C2 C3 ആണ്. അപ്പൊ എന്തായി? ഇത് C2 C3 ഡിവൈഡഡ് ബൈ C2 പ്ലസ് C3 എന്നായി. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എത്രയാ? C2ഉം C3 എത്രയാ? 200ഉം 200ഉം ആണ്. അപ്പൊ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 200 എന്ന് വരും. അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ 100 എന്ന് വരും. 100 പൈക്കോഫാരഡ് എന്ന് കിട്ടും. അപ്പൊ ഇത് ഗവേഷണം ഒന്നും നടത്തരുത്. രണ്ടെണ്ണം, രണ്ട് ഈക്വൽ വാല്യൂസ് അല്ലേ? രണ്ട് ഈക്വൽ വാല്യൂസ് സീരീസ് ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ 200ഉം 200ഉം സീരീസ് ആയിട്ട് കൊടുത്താൽ എത്രയേ വരൂ? പെട്ടെന്ന് ആൻസർ അങ്ങ് എഴുതാം. 100 വരും. എക്സും സീരീസ് ആയിട്ട് കൊടുത്താൽ ടോട്ടൽ എത്രയേ വരൂ? x/2 വരും. അപ്പൊ അങ്ങനെ ഓർക്കുക. അപ്പൊ 200ഉം 200ഉം കൂടെ 100 ആയി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതിനെ നമുക്ക് മാറ്റാം. 200ഉം 200ഉം കൂടെ ചേരുമ്പോൾ 100 ആയി. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളൊരു 100നെ അങ്ങ് വരയ്ക്കുന്നു. അപ്പൊ ഞാൻ ഈ സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. സോ ലിസൺ പ്രോപ്പർലി. സോ C1 അടുത്ത നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത ഇത് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ 300 അല്ലേ? 300 വോൾട്ട്. ഇതെന്താണ്? C4. ഇതെന്താ? 100 പൈക്കോഫാരഡ്. 100 പൈക്കോഫാരഡ്. ഇതെത്രയാ? 100 പൈക്കോഫാരഡ്. ഇനി ഇത് 200 അല്ലേ? ഈ 200ഉം 200ഉം കൂടെ ചേരുമ്പോ എത്രയാ? 100. അപ്പൊ ഇതിനെ അങ്ങ് മാച്ച് കളയുക. മാച്ച് കളഞ്ഞിട്ട് ഒരു 100നെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ ഇത് 100 ആണ്. ഓക്കെ, 100 PF. ഇനി നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ സൈഡിൽ എഴുതുന്നത് നല്ലതാണ്. ഏതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? C2 ആൻഡ് C3 എന്ന് എഴുതിയിരിക്കുക. അപ്പൊ C2 ആൻഡ് C3 ചേർന്നതാണ് ഇത്. അപ്പൊ C2 C3ക്ക് പകരം ഒരു 100ൻ്റെത് വരയ്ക്കുക. ഇനി ഈ പിക്ചറിൽ നോക്കും. ഈ 100ഉം ഈ 100ഉം പാരലല്ലേ? അപ്പൊ C1ഉം പിന്നെ ഈ 100ഉം പാരലാണ്. അപ്പൊ അടുത്ത ഞാൻ ആ കഥയും എഴുതാം. പറയും. C1 ആൻഡ് 100 പാരലൽ അല്ലേ? പാരലാണെങ്കിൽ ടോട്ടൽ എങ്ങനെ കാണും? ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണുക? പാരലാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? C1 പ്ലസ് C2 എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതെത്ര? 100 പ്ലസ് അടുത്ത ഇത് എത്ര തന്നെ? 100. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 100 പ്ലസ് 100 എത്ര? 200 പൈക്കോഫാരഡ്. സോ 200 പൈക്കോഫാരഡ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടിനെയും മാച്ച് കളഞ്ഞിട്ട് ഒരു എത്ര വരയ്ക്കണം? 200 വരയ്ക്കണം. അപ്പൊ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ് ഞാൻ. നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട്. ഓക്കെ, ഒറിജിനൽ സർക്യൂട്ടിൽ ഇപ്പോ ഇവിടെ ഒരു C1 ഉണ്ട്. ഇനി അതിന്റെ താഴെ ഒരു C2 ആൻഡ് C3 ഉണ്ട്. C2 ആൻഡ് C3 ഉണ്ട്. ഇനി അടുത്ത ഇവിടെ ഒരു C4 ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഇത് 100 പൈക്കോഫാരഡ് ആണ്. ഇനി ഇവിടെ ഒരു സെല്ലും ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് 300 വോൾട്ട്. ഇതൊരു കുഴപ്പമില്ല. ഇനി ഇത് 100 ആണ്, ഇതും 100 ആണ്. 100ഉം കൂടെ ചേർന്നപ്പോൾ എത്രയായി? 200. അപ്പൊ ഇതിനെ അങ്ങ് മാച്ച് കളയുക. അപ്പൊ ഇത് രണ്ടും അങ്ങ് മാച്ച് കളഞ്ഞിട്ട് ഓക്കെ, രണ്ടും അങ്ങ് മാച്ച് കളഞ്ഞിട്ട് ഒരു 200നെ അങ്ങ് വരച്ചു വയ്ക്കുക. ഓക്കെ, സോ 200 പൈക്കോഫാരഡ്. ഇനി നിങ്ങൾ തന്നെ പറയുക. ഈ 200 പൈക്കോഫാരഡ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ കോമ്പിനേഷൻ ആണ്? C1ഉം C2ഉം C3യും കൂടെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കാം. C1ഉം C2 ആൻഡ് C3
കോമ്പിനേഷൻ ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ C1 C2 C3 കൂടെ ചേർന്നപ്പോൾ എത്രയായി? 200 ആയി. ഇനി ബാക്കി പറയണം. നോക്കൂ, ഇവിടുന്ന് ഒരു കമ്പി 300 വോൾട്ടിൽ നിന്ന് വരുന്നു, ഒരു കപ്പാസിറ്റർ കയറുന്നു, ആ കമ്പിയുടെ മറ്റേ അറ്റം അടുത്ത കപ്പാസിറ്റർ കയറുന്നു, ആ കപ്പാസിറ്ററിന്റെ മറ്റേ അറ്റം വീണ്ടും ഇപ്പുറത്തെ എൻഡിൽ വരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. ആദ്യം ഒരു C1 C2 C3. ഓക്കെ, അത് എത്രയാണ്? 200 പൈക്കോ ഫാരഡ് ആണ്. അതിന്റെ ഒരറ്റം വോൾട്ടേജ് സോഴ്സിൽ വന്നിട്ടുണ്ട്. അതിന്റെ മറ്റേ അറ്റത്തു നിന്നുള്ള വയർ അടുത്തൊരു കപ്പാസിറ്ററായ C4 പോകുന്നുണ്ട്. C4 എന്ന് പറയുന്നത് 100 ആണ്, 100 പൈക്കോ ഫാരഡ് ആണ്. അതിന്റെ മറ്റേ എൻഡ് നേരെ ഈ 300ന്റെ മറ്റേ എൻഡിൽ വരുന്നു. സോ ഇത്രയാണ് ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇത് രണ്ടും ഈ 100ഉം 200ഉം സീരീസ് അല്ലേടെ. അപ്പൊ 100 ആൻഡ് 200 എത്രയാ? സീരീസ്. അപ്പൊ ടോട്ടൽ എങ്ങനെ കാണും? ടോട്ടൽ എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയൂ. എന്താ സീരീസ് ആണെങ്കിൽ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് C1 C2 by C1 plus C2 എന്നാണ്. അപ്പൊ 100 into 200 ഒറ്റയടിക്ക് എഴുതാം, ആരും നിങ്ങളൊന്നും ചെയ്യില്ല. 100 into 200 divided by 100 plus 200. അപ്പൊ എത്രയായി? അപ്പൊ 100 into 200 divided by 300 എന്നായി. അപ്പൊ വെട്ടാനുള്ളതൊക്കെ വെട്ടി. അപ്പൊ 200 divided by 3 എന്നായി. അത്രയും പൈക്കോ ഫാരഡ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് രണ്ടെണ്ണത്തിനെയും പകരം നമുക്ക് ഇനി എന്തെന്ന് പറയാം? ഒരു 200/3. അപ്പൊ നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട് ഇപ്പൊ ഇങ്ങനെയായി. ഒരു 200/3 മാത്രമായി. ഈ 200/3ക്ക് നിങ്ങൾ എത്ര കൊടുത്തിരിക്കുന്നു? 300 വോൾട്ട് കൊടുത്തിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് യുവർ സർക്യൂട്ട്? ഇതാണ് ഏറ്റവും ഫ്രഷ് സർക്യൂട്ട്, മോഡിഫൈ ചെയ്ത് വന്ന സർക്യൂട്ട്. സോ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് നെറ്റ്വർക്കിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര? 200/3 പൈക്കോ ഫാരഡ്. ഓക്കെ, ഇതുവരെ പക്കയായി. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ആ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ട് വായിക്കൂ. ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലെയും ചാർജും വേണം, വോൾട്ടേജും വേണം. അപ്പൊ ഓരോ കപ്പാസിറ്ററിലെയും ചാർജും വേണം, വോൾട്ടേജും വേണം. ഓക്കെ, ചാർജ് എങ്ങനെ കാണും? നമുക്ക് കണ്ടുപിടിക്കാം. ചാർജ് കാണാൻ എന്താ വഴി? CV അല്ലേ? ചാർജും കണ്ടുപിടിക്കണം, വോൾട്ടേജും കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് എത്രയാ? 300 ആണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ടോട്ടൽ കപ്പാസിറ്റൻസ് 200/3 ആണ്. അപ്പൊ നമ്മൾ എത്ര ചാർജ് സപ്ലൈ ചെയ്തു? ചാർജ് സപ്ലൈഡ് നിങ്ങൾ തന്നെ പറയും. ചാർജ് സപ്ലൈഡ്, എത്ര ചാർജ് സപ്ലൈ ചെയ്തു? എങ്ങനെ കാണും? ചാർജ് ഈസ് ഈക്വൽ ടു CV മനസ്സിൽ കണ്ടു. C എത്രയാ? 200/3 പൈക്കോ ഫാരഡ് ആണ്. പൈക്കോ ഫാരഡിനെ മാറ്റു, ഇൻറ്റു 10⁻⁻12 ഇൻറ്റു V എത്രയാ? 300. അപ്പൊ ഇവിടെ വെട്ടുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 100 വരും അല്ലേ? അപ്പൊ 200 ഇൻറ്റു പറയൂ 10⁻⁻12 ഇൻറ്റു 100 എന്ന് വരും. അപ്പൊ നിങ്ങൾ തന്നെ ആൻസർ പറ. 2 ഇൻറ്റു എന്തെന്ന് എഴുതാം? ഇവിടെ 4 ഉണ്ട്, ഇതും കൂടെ ആകുമ്പോൾ 10⁻⁻8 ഇത്രയും കൂളോം. അപ്പൊ ഇതാണ് നമ്മൾ സപ്ലൈ ചെയ്ത ടോട്ടൽ ചാർജ്. നമ്മൾ കൊടുത്ത ഈ ചാർജ് ഇവന് കിട്ടും. ആർക്കാണ്? 200/3 പൈക്കോ ഫാരഡിന് കിട്ടും. ഇനി ഈ 200/3 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? 200/3 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ യവന്മാർ രണ്ടുപേരും കൂടെയാണ് അല്ലേ? ഇവൻ എന്ന് പറഞ്ഞാൽ യവന്മാർ രണ്ടുപേരും കൂടെയാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നമ്മൾ കൊടുക്കുന്ന ചാർജ് എത്രയാണ്? 2 ഇൻറ്റു 10⁻⁻8 കൂളമാണ്. അപ്പൊ 2 ഇൻറ്റു 10⁻⁻8 കൂളം ഇവർക്ക് കൊടുത്താൽ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ചാർജിന്റെ വാല്യൂ സെയിം ആയിരിക്കും. കാരണം രണ്ടുപേര് സീരീസ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചാർജ് തന്നെ രണ്ടുപേർക്കും കിട്ടും. നമ്മൾ സീരീസിൽ അങ്ങനെയല്ലേ പഠിച്ചേ? കൊടുത്ത ചാർജ് തന്നെ രണ്ടുപേർക്കും കിട്ടി. അപ്പൊ നമ്മൾ കൊടുത്ത ചാർജ് എത്രയാ? 2 ഇൻറ്റു 10⁻⁻8. അത് തന്നെ ആയിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നത്. അപ്പൊ പറയൂ, വാട്ട് ഈസ് എ ചാർജ് ഓൺ C4? ചാർജ് ഓൺ C4. C4ന് കിട്ടിയ ചാർജ് അപ്പൊ എത്ര തന്നെ? 2 ഇൻറ്റു 10⁻⁻8 കൂളം. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം കൂടെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ചാർജ് ഓൺ C4 കിട്ടി. ഇനി അടുത്ത് ചാർജ് ഓൺ ഇവനിലും ഇതും എത്ര തന്നെയാണ്? ഇത് തന്നെയല്ലേ? അപ്പോ ഇവനിലെ ചാർജും ഇത് തന്നെയാണ്, എനിക്കറിയാം. ഇവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? C1 C2 C3. അപ്പൊ ഇവന് കിട്ടുന്ന ചാർജ് എത്രയാ? ഇവൻ എന്ന് പറയുന്നത് C1 C2 C3 എന്ന് പറയുന്നത് ആരാണ്? അവിടെ നോക്ക്, C1 C2 C3 എന്ന് പറഞ്ഞാൽ ഇവനാണ്.
C1 C2 C3 എന്ന് പറഞ്ഞ ഇവനാണ്. അപ്പൊ ഇവന് കിട്ടുന്ന ടോട്ടൽ ചാർജ് എത്രയാണ്? 2 × 10⁻⁻8 ആണ്. അപ്പോഴേ ഇവന് കിട്ടുന്ന ടോട്ടൽ ചാർജ് ഇവന്മാർ രണ്ടുപേരെയും നോക്കൂ, പാരലല്ലേ? പാരലാണെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ച? ചാർജ് കൊടുത്ത ചാർജ് ഷെയർ ചെയ്തെടുക്കും, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പോൾ കൊടുത്ത ചാർജ് ഷെയർ ചെയ്തെടുക്കുക. അപ്പൊ 2 × 10⁻⁸ കൊടുത്താൽ ഇവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് രണ്ട് ഈക്വൽ കപ്പാസിറ്റൻസ് അല്ലേ? അപ്പൊ രണ്ടുപേരുടെയും ചാർജ് സെയിം ആയിട്ട് ഷെയർ ചെയ്യും. ഒന്നുകൂടെ ഇവിടെ നോക്കൂ, C4 ചാർജും ഇതിലെ ചാർജും എത്രയാണ്? 2 × 10⁻⁻8 ആണ്. ഇവൻ എന്ന് പറഞ്ഞാൽ C1 C2 C3 കോമ്പിനേഷൻ ആണ്. C1 C2 C3 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ യവന്മാർക്ക് കൊടുക്കുന്ന മൊത്തം ചാർജാണ് എത്ര? 2 × 10⁻⁸. ഇത് രണ്ടും പാരലല്ലേ? പാരലാണെങ്കിൽ കൊടുക്കുന്ന ചാർജിനെ വീതിച്ചെടുക്കും. അപ്പൊ ഇവനും കൂടെ ഈ 2 × 10⁻⁸ വീതിച്ചെടുക്കും. ഇവന്മാർ രണ്ടുപേരും ഒരേ വാല്യൂ ആണ്. അപ്പോൾ വീതിച്ചെടുക്കുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും 1 × 10⁻⁸ വെച്ച് വീതിച്ചെടുക്കും. അപ്പോൾ ഇതിലെ ചാർജ് എത്ര, ഇതിലെ ചാർജ് എത്ര പറയും? ചാർജ് ഓൺ പറയൂ. ചാർജ് ഓൺ, അടുത്തവൻ ചാർജ് ഓൺ C1. അപ്പൊ എത്രയാ? 1 × 10⁻⁸ കൂളോം. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ രണ്ടാമത്തെ സാധനവും ഞാനിപ്പോ കണ്ടുപിടിച്ചു. ഇത് അപ്പൊ ചാർജ് ഓൺ ഇവനും എത്ര തന്നെ? അത് തന്നെ 1 × 10⁻⁸ തന്നെ. അപ്പൊ C2 C3 കോമ്പിനേഷന് കിട്ടുന്ന ചാർജ് എത്രയാണ്? 1 × 10⁻⁻3. ഇനി C2 C3 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പൊ യവന്മാർക്ക് കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് 1 × 10⁻⁸ ആണ്. യവന്മാർക്ക് കിട്ടുന്ന ചാർജ്, അതായത് യവന്മാർക്ക് കൊടുക്കുന്ന ചാർജ് 1 × 10⁻⁸ ആണ്. യവന്മാർ രണ്ടുപേരും സീരീസ് അല്ലേ മക്കളെ? അപ്പൊ സീരീസ് ആണെങ്കിൽ കൊടുക്കുന്ന ചാർജ് തന്നെ അല്ലേ രണ്ടുപേർക്കും? അപ്പൊ ഇവന്റെ ചാർജും എത്ര തന്നെ? 1 × 10⁻⁸. അപ്പൊ C2ലെയും C3ലെയും ചാർജ് എത്രയാ? അത് രണ്ടും ഈക്വൽ വാല്യൂസും കൂടെയാണ്. അപ്പൊ ചാർജ് ഓൺ അത് നമുക്ക് നോക്കേണ്ട വിഷയമല്ല, സീരീസ് അല്ലേ? ചാർജ് സെയിം ആയിരിക്കും. അപ്പൊ ചാർജ് ഓൺ ആരെ? ഏതാണ്? C2ഉം ചാർജ് ഓൺ അടുത്തവൻ ആരാ? ചാർജ് ഓൺ തൊട്ടടുത്തിരിക്കുന്നത് C3. ഇത് രണ്ടിലെയും ചാർജ് എത്ര തന്നെ? 1 × 10⁻⁸ കൂളം തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കപ്പാസിറ്ററിലെയും എന്ത് കിട്ടി? 4 കപ്പാസിറ്ററിലെയും ചാർജ് കിട്ടി. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തെന്താണ്? അതിനകത്ത് ഇനിയൊരു കാര്യം കൂടെ. വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ? PD അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. PD എങ്ങനെ കാണും? V = Q/C എന്നല്ലേ? ഇപ്പൊ V = Q/C. അത് ഓർത്താൽ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. പറയൂ. ചാർജ് ഓൺ C1ലെ ചാർജ് എങ്ങനെ കാണും? Q/C. ഇതാണ് ഇക്വേഷൻ. അപ്പൊ Q1/C1 പറഞ്ഞോ. Q1 എത്രയാ? ചാർജ് ഓൺ ഫസ്റ്റ് എത്രയാ? 1 × 10⁻⁻8 ഡിവൈഡഡ് ബൈ C1ന്റെ വാല്യൂ എത്രയെന്ന് നോക്കൂ. 100 പൈക്കോഫാരഡ്. അപ്പൊ 100 × 10⁻⁻12. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ. ഇവിടെ 10⁻⁻8 ഡിവൈഡഡ് ബൈ ഇത് എത്രയായി? 10⁻⁻10 ആയി. അത് മേലെ വരുമ്പം 10⁻10 ആയി. അപ്പൊ എത്രയായി? രണ്ടും കൂടി ചേരുമ്പോ എത്രയായി? 100 എന്നായില്ലേ? 10² എന്ന് പറഞ്ഞാൽ 100 വോൾട്ട് അല്ലേ? ഞാൻ ഇവിടെ എഴുതിയതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ചാർജ് ആണോ? PD അല്ലേ? അപ്പൊ PD ഓൺ C1 എന്നല്ലേ? അപ്പൊ PD = Q/C. അപ്പൊ PD കണ്ടുപിടിച്ചു. അപ്പൊ ആദ്യത്തെ കപ്പാസിറ്ററിൽ കിട്ടി. ഇനി PD ഓൺ C2 എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് കപ്പാസിറ്ററിലെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? പറ. Q/C. അപ്പൊ Q2/C2. Q2 എത്ര എന്ന് പറയൂ. Q2 എത്ര? ഇതിലെ ചാർജ് എത്ര? 1 × 10⁻⁻8 ഡിവൈഡഡ് ബൈ C2ന്റെ വാല്യൂ നോക്കി പറയൂ. 200 × 10⁻⁻12 എന്നാണ്. അപ്പൊ ഇതിന്റെ പകുതിയല്ലേ? കണ്ടറിഞ്ഞൂടെ? ഇതിന്റെ ഹാഫ് അല്ലേ? അപ്പൊ എത്രയാ? 50 വോൾട്ട്. കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതിരിക്കരുത്, മോശമാണ്. അപ്പൊ എത്രയാ? 50 വോൾട്ട്. ഇനി ഏതാ വേണ്ടത്? PD ഓൺ C3 വേണം അല്ലേ? പറയൂ. Q3/C3 എന്നാണ്. Q3 എത്ര? ഇതായിരിക്കുന്നു. 1 × 10⁻⁻8 ഡിവൈഡഡ് ബൈ C3 എത്രയെന്ന് പടത്തിൽ നോക്കൂ. C3 എത്ര? 200 പൈക്കോഫാരഡ്. അപ്പൊ 200 × 10⁻⁻12. അപ്പൊ അതിന്റെ ആൻസർ എത്ര തന്നെ? 50 വോൾട്ട്. ഇനി ഏതാ വേണ്ടത്? PD ഓൺ C4 എങ്ങനെ കാണും? Q4/C4. Q4 എത്ര? Q4 ഇവിടെ എവിടെയുണ്ട്? Q4 2 × 10⁻⁻8 ഡിവൈഡഡ് ബൈ C4 എത്രയെന്ന് ഇവിടെ ഉണ്ട്?
C4 എത്ര അവിടെ പടത്തിലുണ്ട്? C4 എത്ര? 100. അപ്പോൾ 100 into 10⁻⁻12. അപ്പോൾ അത് എത്ര വരും? ഇപ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് എത്ര വരും? ഇപ്പോൾ 2 into 10⁻⁻8. അടിയിൽ 10⁻10 വരും. അത് മേലെ വരുമ്പോൾ 10 സ്ക്വയർ വരും. അപ്പോൾ 200 എന്നായി. അപ്പോൾ 200 വോൾട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് കളയുക, അല്ലാതെ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതാണ് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എഴുതുമ്പോൾ ഓരോന്നിലും C1 C2 കോമ്പിനേഷൻ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞതിനാണ്. അപ്പം നോക്കൂ. സോ ദിസ് ഈസ് എ സർക്യൂട്ട്. ഓക്കെ, ഫസ്റ്റ് യു കാൽക്കുലേറ്റ് വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്. സോ ലിസൺ ഹിയർ. C2 and C3 are in series. So what is a total capacitance? Total capacitance, series combination. Equation, straight equation, C1 C2 by C1 plus C2 by heart. Okay, then put the values. 200 by 200 plus 200. Okay, you are getting 100 PF. No doubt. So keep in mind, X and X series, total X by 2. So 200 in series, total 100. അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 100 ആയി. അപ്പോൾ ഇതിനെ മാച്ച് കളഞ്ഞിട്ട് ഒരു 100 വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് ആ 100 എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിരിക്കണം. C2 C3 കോമ്പിനേഷൻ ഇവിടെ ഞാൻ കാണിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി അടുത്ത എന്താണ്? 100 ആൻഡ് C1 പാരലൽ ആണെങ്കിൽ ടോട്ടൽ എങ്ങനെ കാണും? രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 100 + 100 എത്ര? 200. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടിനെയും കൂടെ C1 C2 C3 ഇത് രണ്ടിനും കൂടെ പകരം C1 C2 C1ഉം ഇതും കൂടെ ചേരുമ്പോൾ എത്രയായി? C1 and 100 പാരലൽ. ദെൻ അപ്പോൾ ടോട്ടൽ കാണാൻ 100 + 100 200. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ മാച്ച് കളഞ്ഞിട്ട് ഒരു എത്ര വരച്ചു? 200 വരച്ചു. ഓക്കെ, ദെൻ എന്നിട്ട് എഴുതി അത് C1 C2 C3 കോമ്പിനേഷൻ ആണെന്ന് എഴുതി. എന്നിട്ട് ബാക്കി 300 വോൾട്ട് ഇതും അതുപോലെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കുന്നു. 300 വോൾട്ടിന്റെ ഒരെൻഡിൽ ഇത് വന്നിട്ടുണ്ട്, ഈ വയർ വന്നിട്ടുണ്ട്. അത് ഇതിൽ കയറി, അതിന്റെ ബാക്കി ഇതിൽ കയറി, ബാക്കി ഇവിടെ വന്നു. അപ്പൊ ഇതിന് ഇക്വലന്റ് ആണ് ഇത്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ 100ഉം 200ഉം സീരീസ് അല്ലേ? ടോട്ടൽ കപ്പാസിറ്റൻസ് is equal to 100 into 200 by 100 plus 200. So 200 by 3 picofarad. Okay, then what is the voltage given? 300. Okay, now see 100 and 200 300 and 200 by 3. So it is the total capacitance. So what is the total capacitance of the network? 200 by 3 picofarad. What is the voltage given? 300. So what is the charge supplied by you? So charge is equal to CV. C into V. അപ്പോൾ അതിനെ SI-ലോട്ട് മാറ്റി. സോ ദിസ് ഈസ് എ ചാർജ് സപ്ലൈഡ്. ഇത്രയും മനസ്സിലായി. ഇനി ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി യു ഹാവ് ടു കാൽക്കുലേറ്റ് the charge on each capacitor, PD between plates of each capacitor. Charge equation CV. So listen. See, this is a charge given by you. 2 into 10⁻⁻8 is a charge given by you to this combination. Okay. This is this and this. Okay. അപ്പോൾ ചാർജ് ഗിവൺ ടു ദിസ് ഈസ് ചാർജ് ഗിവൺ ഇവിടെ കൊടുത്ത ചാർജ് എത്രയാണ്? 2 into 10⁻⁸. See, these two are in series. So series ആണെങ്കിൽ both will get the same charge. Given charge is Q and charge on each will be Q. നമ്മൾ പഠിച്ചാണ്. So given charge is 2 into 10⁻⁸. Charge of this equal to 2 into 10⁻⁸. Charge of this equal to 200 into 2 into 10⁻⁸. So both will get the same charge. So what is the charge on C4? 2 into 10⁻⁸. Charge on this is also 2 into 10⁻⁻2 -8. Then this is this one. Okay. Then this is what? C1 C2 C3 this. Okay. So charge given to this is 2 into 10⁻⁸. Okay. These two are parallel. So they share their charges. Q given Q1 Q2. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? See, total charge given is 2 into 10⁻⁸. So these two share. See, the capacitance value is equal. So they share the charges equally. So the charge of this equal to charge of this. So each equal to half of 2 into 10⁻⁸. What is that? 1 into 10⁻⁸. So charge of C1 1 into 10⁻⁸. So charge of C1 1 into 10⁻⁸. So charge of this combination is also the same. So this equal to what? This. So charge of this is 1 into 10⁻⁸. So charge supplied to this is 1 into 10⁻⁸. 1 into 10⁻⁸. These are in series.
So both will get the same. So charge of this equal to charge of this equal to 1 into 10 raised to minus 8. Okay. So I wrote charge of C2 equal to charge of C3 equal to how much? 1 into 10 raised to minus 8. So we got the charge of all. No doubt. Then what is the next? PD. PD equal to Q by C. So charge of PD of first. So PD of first 1 is equal to Q by C. So Q1 by C1. Q1 charge of first one, you know. The capacitance of first one, you know. Then PD on C2, charge of second, charge of capacitance of second. Put the values like that. So you will get the PD between plates of all capacitors. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്നേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യു റീഡ് ക്വസ്റ്റ്യൻ നമ്പർ 23. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഇത്തിരി സ്റ്റെപ്സ് കൂടുതലാണ്, ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ചില ബാക്കിയെല്ലാം സിമ്പിളാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സോ റീഡ്. ഓക്കെ. So what is it? The plates of a parallel plate capacitor have area 90 centimeter square. So we have a parallel plate capacitor having plate area 90 centimeter square. Okay. Then the separation is 2.5 millimeter. Separation D also given. What is it? 2.5 millimeter. Then what is the next? See. It is connected to a 400 volt supply. It is connected to a 400 volt supply. Then what you have to calculate? You have to calculate what is the energy stored. Simple question. No, straight question. So we have a parallel plate capacitor. What is the plate area? Plate area is 90 centimeter square. 90 centimeter square. Meter square like മാറ്റൂ. 90 അതുപോലെ എഴുതി. സെന്റിമീറ്ററിന്റെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? ഇൻറ്റു 10⁻², അല്ലേ? അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിന്റെ മീറ്റർ സ്ക്വയർ ആക്കാൻ 10⁻²ന്റെ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻറ്റു 10⁻²ന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര വരും? 90 ഇൻറ്റു 10⁻⁻4. ആൻസർ അത്രയും മീറ്റർ സ്ക്വയർ. ഓക്കെ. പ്ലേറ്റ് ഏരിയ എഴുതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് 2.5 millimeter. അപ്പൊ ഇൻറ്റു 10⁻³ മീറ്റർ. കൈയോടനെ അങ്ങ് ചെയ്യാം. Then what is the energy stored? Sorry, it is connected to a voltage source having PD 400 volt. Then what is the energy stored? So energy stored. So energy ആണുള്ള equation പറയൂ. half CV square. അതല്ലേ? ഇപ്പൊ എന്ത് കണ്ടുപിടിക്കണം? V ഉണ്ട്, C കണ്ടുപിടിക്കണം. അപ്പൊ സൈഡ് കണ്ടുപിടിക്കാം. എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും സുഖം നിങ്ങൾക്ക്. C എങ്ങനെ കാണും? C പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ε0 A/D. അപ്പോൾ ഇതിനകത്ത് C ഈക്വൽ ടു ε0യുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12. A എത്രയാ? 90 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ D എത്രയാണ്? 2.5 ഇൻറ്റു 10⁻⁻3. ഓക്കെ. ഇത് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട, ആരും നമ്മളിത് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ദെൻ ഇസ് ഈക്വൽ ടു ഇനി ഇതിൽ വാല്യൂ ഇടുക. ഹാഫ് ഇൻറ്റു സിയുടെ വാല്യൂ എന്താണ്? ആ വാല്യൂ ഇടുക. ദെൻ ഇൻറ്റു വിയുടെ സ്ക്വയർ. വി എത്ര? 400ന്റെ സ്ക്വയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So calculate here, you will get answer. നമ്മുടെ ആൻസർ വരുന്നത് 2.55 ഇൻറ്റു 10⁻⁻6 ജൂൾ എന്നാണ്. ദിസ് ഈസ് എനർജി സ്റ്റോർഡ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനർജി ഡെൻസിറ്റി ആണ്. അത് നമുക്കറിയാം. എനർജി ഡെൻസിറ്റി എങ്ങനെ കാണും? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ബൈ വോളിയം, അല്ലേ? സോ എനർജി ഡിവൈഡഡ് ബൈ വോളിയം. സോ എനർജി ഡിവൈഡഡ് ബൈ വോളിയം. എനർജി എന്താണ് മക്കളെ നമുക്ക് കിട്ടിയത്? 2.5 ഇൻറ്റു 55 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള വോളിയം എന്താണ്? പ്ലേറ്റ് ഏരിയ എ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡി. മറന്നുപോയോ? AD. അപ്പൊ AD. A ഇൻറ്റു ഡി. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? A അറിയാം, D അറിയാം. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആൻസർ എന്തിൽ വരും? എനർജിയുടെ യൂണിറ്റ് ജൂൾ. അപ്പൊ സംതിങ് എത്രയെങ്കിലും ഒരു ആൻസർ കിട്ടും. എനർജിയുടേത് ജൂൾ പെർ എന്താണ്? വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പൊ ജൂൾ പെർ മീറ്റർ ക്യൂബിൽ ആൻസർ കിട്ടും. ഓക്കെ ആണേ? അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. അത് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആൾസോ കാൽക്കുലേറ്റ് എനർജി ഡെൻസിറ്റി. അപ്പൊ അതുകൂടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് വിട്ടുപോയതാണ്. അപ്പൊ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. സോ ലിസൺ.
We have a parallel plate capacitor, plate area given 90 centimeter square, centimeter to meter into 10 raised to minus 2. Centimeter square to meter square in 10 raised to minus 2 square on the multiplier. Okay, then distance between plates given connected to voltage source. Then what is the energy stored? Half CV square. Then C we don't know. C equal to epsilon 0 A by D. Put the values. So C you got that into this one. Okay, you are getting this answer. Energy density. What is the equation to calculate energy density? Energy divided by volume. What is the volume between the plates? AD. Okay, so put the values. You can get. So answer a joule per meter cube. Okay, this part is not calculated in the notes. So so it is not there. So you write. Okay. Then next question. Question number. So it is a very, very important question. Read it properly. The final answer is a regular question for the entrance examination also. So read it properly. Okay, read. Show that the force on each plate of a parallel plate capacitor has magnitude equal to half QE, where Q is a charge on the capacitor and E is a magnitude of electric field between the plates. So we have a parallel plate capacitor. Okay. Then see what is the plate area? Plate area A, distance between plates D. Then there is an electric field, uniform electric field between the plates. What is the electric field between the plates? Electric field equal to sigma by epsilon 0. This you know. Then what is the answer of sigma? Sigma equal to Q by A. So what is Q? Q is equal to sigma A. So these are the things I know. Okay. The electric field between the plates I know. The charge of capacitor I know. Then see what you have to prove. The force on each plate of a parallel plate capacitor has magnitude half QE. It is a thing to be proved. So listen, this is a positive plate, that is a negative plate. So naturally there will be force between them. So force between them. Am I right? So force of attraction between them. So you have to calculate that force and prove that it is equal to half QE. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ചെയ്തിരിക്കുന്ന പണി എന്താന്ന് നോക്കൂ. See, work done to increase the separation of capacitor plates by small distance delta x against the force is F delta x. Am I right? See, the plates attract each other. So this will attract this plate. This will attract that plate. Okay. So due to this, the plates may come closer, but you are doing the opposite one. So you are doing a work against this. നിങ്ങളീ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റ എക്സ് കൂട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ ഈ നിങ്ങൾ ഈ അട്രാക്ഷൻ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്ത് ഡെൽറ്റ എക്സ് ദൂരം ഇതിനെ വലിച്ചകറ്റുകയാണ്. സോ വാട്ട് ഈസ് എ വർക്ക് ഡൺ ഫോർ ദിസ്? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതിനകത്ത് ആർക്കും ഡൗട്ടില്ലല്ലോ. ഇനി അടുത്തത് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ബൈ വോളിയം. ഇതിന്ന് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? എനർജി ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നല്ലേ? അപ്പോൾ നിങ്ങൾ ഇതാണ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ എനർജി എന്നുള്ളതിനെ വർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പൊ ഇവിടെ ഇത് വർക്ക് ഈസ് ഈക്വൽ ടു പറയൂ എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നെഴുതി. ഓക്കെ. ഇനി നമ്മൾ ഇവിടുത്തെ കേസ് ചിന്തിച്ചാൽ നിങ്ങൾ ഈ പ്ലേറ്റിനെ ഒരു ഡെൽറ്റ എക്സ് ദൂരോട്ട് വലിച്ചു നീട്ടിയാൽ വോളിയം എത്ര കൂടും? എ ഇൻറ്റു ഡെൽറ്റ എക്സ് കൂടൂലേ? മനസ്സിലായില്ല. രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റ എക്സ് കൂട്ടിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടി എത്ര വോളിയം ക്രിയേറ്റ് ആവും? അഡീഷണൽ ആയിട്ട് എത്ര വോളിയം ക്രിയേറ്റ് ആവും? എ ഇൻറ്റു ഡെൽറ്റ എക്സ് വോളിയം ക്രിയേറ്റ് ആവൂലേ? അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു പറയും. വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ എനർജി ഡെൻസിറ്റിയെ ഇവിടെ ഞാൻ യു എന്നാണ് എഴുതിയിരിക്കുന്നത്. യു ഇൻറ്റു
ഇനി വോളിയം ക്രിയേറ്റഡ് എത്രയാണ്? എ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വർക്കിന്റെ ആൻസർ. ഓക്കെ, LHS സോ RHS ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എഫ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു പറ എനർജി ഡെൻസിറ്റി ഇൻറ്റു എ ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് കട്ട് ചെയ്തു. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു യു എ എന്നാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു കണ്ടോ, എഫ് ഈസ് ഈക്വൽ ടു യു എ. അയ്യോ, അജേഷ് പറയുന്ന യു എ അല്ല, നോക്കുക സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുമെന്ന് നോക്കുക. അപ്പൊ നോക്കുക എഫ് ഈസ് ഈക്വൽ ടു യു എ. ഇപ്പൊ ഇതിനകത്ത് എനർജി ഡെൻസിറ്റി എന്താണ്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലേ, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ അല്ലേടെ ഇൻറ്റു എ അല്ലേ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു നേരെ നോക്കണം, ഹാഫ് എഴുതി, എപ്സിലോൺ 0 എഴുതി. ഇ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്, അതിന്റെ സ്ക്വയർ ഇൻറ്റു എ. പേടിച്ചില്ല. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു പറയൂ, എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി, എപ്സിലോൺ നോക്കൂ അവിടെ ഓരോ എപ്സിലോൺ 0 വെട്ടിപ്പോവില്ലേ. അപ്പൊ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇനി എ എന്ന് എഴുതി. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി. ഇനി വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സിഗ്മ നമ്മുടെ സിഗ്മ എന്താണ്? ഇതിനകത്ത് സിഗ്മ എ ഇൻറ്റു നമുക്കൊരു കാര്യം ചെയ്യാം, നോക്കൂ ഇതിനെ സിഗ്മ എ ബൈ എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ എന്ന് എഴുതി കൂടെ. ഇനി എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി. നിങ്ങൾ തന്നെ പറ, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതെന്താണ്? സിഗ്മ എ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പൊ ക്യൂ ബൈ എപ്സിലോൺ 0 അതുപോലെ എഴുതി ഇൻറ്റു സിഗ്മ എന്നെഴുതാമോ? ഇപ്പം എന്തെങ്കിലും തോന്നുന്നോ? അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു നേരെ നോക്ക്, ഹാഫ് എഴുതി, ക്യൂ എഴുതി, ഇത് സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലേ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് എഴുതി, ക്യൂ എഴുതി, സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഇ അല്ലേ. ഇപ്പൊ എന്താണ് കിട്ടിയത്? ഫോഴ്സിന്റെ ആൻസർ കിട്ടിയോ? അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഇ. ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്. ഒന്നും കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. സോ ലിസൺ പ്രോപ്പർലി. We have a parallel plate capacitor, plate area A, distance between plates D. Then there is a uniform electric field in between the plates. What is the electric field? Sigma by epsilon 0. Then you know sigma equal to Q by A, so Q is equal to sigma A. These are the basic ideas we know. Then see, one plate is positive, the other plate is negative. So naturally there will be force of attraction. See, but we are going to separate the plates. So we are going to increase the separation by delta x. So for that we must do some work. Work is equal to force into displacement. So the applied force is equal to what? Applied force must be equal to the force of attraction. See, force of attraction is F. You are applying an equal force in the opposite direction. So work is equal to applied force, which is equal to the force between plates, then into delta x. Okay, this is a work done in increasing the separation by delta x. Then we know the equation energy density is equal to energy by volume. So from this energy is equal to energy density into volume. Instead of energy you can write work also. So work is equal to energy density into volume. So work is equal to energy density, I am representing it as U. No problem, you use any letter. Then what is a volume created additionally? നിങ്ങൾ delta x ദൂരം വലിച്ച് സെപ്പറേറ്റ് ചെയ്താൽ what is a volume additionally created? It is A into delta x. So this is work, this is also work. LHS same, RHS equated. Delta x cancelled, I am getting this. Then what is energy density? Half epsilon 0 E square into A. Then half epsilon 0. What is E? E equal to sigma by epsilon 0. It's a square into A. So epsilon 0 cancelled, I am getting that. Then half into sigma A by epsilon 0 into sigma. Then half into sigma A is Q by epsilon 0 into sigma. Then this can be written as half Q into sigma by epsilon 0. So half Q into sigma by epsilon 0 E. So what is the force between plates of a parallel plate capacitor? Half QE. Keep in mind, very very important question. Okay. അടുത്ത ദിവസം വായിക്കും. 25 എവിടെയെങ്കിലും പരിചയമുള്ള സാധനമാണെന്ന് കൂടെ നോക്കിക്കോണം. ഒന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിലബസിലില്ല, പക്ഷെ പ്രോബ്ലം ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വന്നത് കണ്ടോ, നമുക്കിതൊക്കെയാണ് പണിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ പഠിക്കാൻ പറയുന്നത്. ചിലതൊക്കെ നമ്മൾ ഗതികെട്ട് പഠിപ്പിക്കേണ്ടി വരും, എക്സാമിനൊക്കെ കയറി ചോദിക്കും. ഓക്കെ, അടുത്ത ദിവസം വായിക്കൂ. എന്താണ്
A spherical capacitor has inner sphere of radius 12 centimeter, outer sphere of radius 13 centimeter. Spherical capacitor, you know. So two concentric spheres, shells are there. Inner radius A, outer radius B. Okay. Then inner radius 12, outer radius 13. Then the outer is earth. They can earth anything. See, and inner is given a charge 2.5 microcoulomb. So charge given is how much? So charge given is 2.5 microcoulomb into 10 raised to minus 6 coulomb. No problem. The space between spheres is filled with a liquid of dielectric constant K is equal to 32. No problem. Then determine the capacitance. What is the capacitance of this setup? ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ? അവിടെ നമ്മൾ ഈ ബിക്ക് പകരം ഞാൻ ആ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ആർ, ഇതിന് പകരം സ്മോൾ ആർ, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടമുള്ള ലെറ്റർ ഉപയോഗിച്ചോളൂ. ഞാൻ ഇപ്പോൾ ഡെറിവേഷനിൽ പഠിപ്പിച്ച ലെറ്റർ തന്നെ ഞാൻ ഉപയോഗിക്കാം. എന്താണ്? കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 4πε0. നമ്മൾ പഠിച്ച എന്താണ്? എ ബി ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ. സോ ദിസ് ഈസ് എ കപ്പാസിറ്റൻസ്, നമ്മൾ പഠിച്ചാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഇൻ ബിറ്റ്വീൻ എയർ എന്നാണ് അസംഷൻ അല്ലേ? അപ്പൊ ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ ഇക്വേഷൻ കെ ടൈംസ് ആവൂലേ? സോ ദിസ് ഈസ് എ ഇക്വേഷൻ. സോ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ് വിത്ത് എയർ? C is equal to 4πε0 AB divided by B minus A. Then here we have a dielectric. So K times that. കുഴപ്പമൊന്നുമില്ല. ദെൻ ഇതിനകത്തെല്ലാം ബോധത്തോടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് 1/4πε0? ഇറ്റ് ഈസ് 9 into 10 raised to 9. ദെൻ വാട്ട് വിൽ ബി 4πε0? അപ്പൊ എത്ര വരും? ഇതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ 1/9 into 10 raised to 9 ഇങ്ങനെ ഇടണം. ഓക്കെ, പറയൂ. C is equal to what is K? 32 into what is 4πε0? It is 1/9 into 10 raised to 9 into then A, what is A? 12 into 10 raised to minus 2. What is B? 13 into 10 raised to minus 2. That divided by B minus A. So 13 minus 12, that into 10 raised to minus 2. No problem. The end of so you can get your capacitance. So capacitance is equal to capacitance value is 5.5 into 10 raised to minus 9 farad. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാന്നുള്ളേ ഉള്ളൂ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഇതാണ് ഫസ്റ്റ് പാർട്ട്. കമ്പയർ ദിസ് വിത്ത് കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ. റേഡിയസ് 12 ഉള്ള ഒരു ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ എടുക്കുക. സോ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ, what is the capacitance? 4πε0 R. Here what is the R value given? It is 12 centimeter. 12 into 10 raised to minus 2. Okay, 12 into 10 raised to minus 2. Okay, meter. Then put the values. So what is the capacitance? What is 4πε0? 1/9 into 10 raised to 9. Then what is R? 12 into 10 raised to minus 2. Okay, you can calculate the new capacitance. Capacitance is equal to 1.3 into 10 raised to minus 11 farad. Okay, കണ്ടോ? രണ്ടിന്റെയും കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നോക്കൂ. See, what is the capacitance of a spherical capacitor? 4πε0 AB divided by B minus A. Then if there is dielectric, K times that. So straight you put the values. Then 1/4πε0 is 9 into 10 raised to 9. Then what will be 4πε0? 1/9 into 10 raised to 9. Shortcut will be, it will be very difficult. Then put the values, you can get this. Then they are telling you to calculate the capacitance of an isolated spherical capacitor of radius given. See, what is the capacitance of an isolated spherical capacitor? 4πε0 R. So 4πε0 you know, then that into R. Okay, calculate that much farad. Okay, then read the next question. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വായിച്ചു നോക്കൂ. പല പാർട്ടായിട്ടാണ് കിടക്കുന്നത്, നന്നായിട്ട് വായിക്കണം. ഇതെല്ലാം കുഴപ്പിക്കുന്നതാണ്. ഇതിന്റെ ഓരോ പാർട്ടുകളായിരിക്കും എക്സാമിന് വരിക. Okay, answer carefully. Two
large conducting spheres carrying charges Q1 and Q2 are brought close to each other. നമ്മുടെ കയ്യിൽ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. ഈ രണ്ടിലും ചാർജ് ഉണ്ട്, Q1 ഉം Q2 ഉം. These are brought close to each other. Is the magnitude of electrostatic force between them is equal to F is equal to എന്താണ് Q1 Q2 divided by 4 pi epsilon 0 r square. ഇതെന്താണ് സാധനം? It is 1 by 4 pi epsilon 0 Q1 Q2 by r square. ഇതിനെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. So listen, we have ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? This equation is applicable for what? Point charges. Say for two spheres to be point charges, the magnitude, the distance between them must be very large compared to their linear size. Am I right? See, when you bring them very close, the charge distribution will not be as when they are at a far distance, at long distance. They cannot act as point charges. So this equation becomes invalid. So listen properly. If two charged spheres having charges Q1 and Q2 are kept at a large distance r, the force between them can be calculated by using the formula 1 by 4 pi epsilon 0 Q1 Q2 by r square. Am I right? But when they are brought together, the charge arrangement changes. They cannot act as point charges. So this equation becomes invalid. You cannot use. Okay, so അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെ തേക്കും. So listen properly, read the P part. If Coulomb's law involved 1 by r cube dependent, would Gauss's law be still true? Coulomb's law യുടെ അകത്ത് 1 by r cube ആയിരുന്നെങ്കിൽ Gauss's law കറക്റ്റ് ആയിട്ട് വരുമായിരുന്നോ? നമ്മൾ ഡിറൈവ് ചെയ്തല്ലേ Gauss's lawയിൽ നിന്ന് Coulomb's law ഒപ്പിച്ചല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ. അപ്പോൾ ഇതിനകത്ത് ഇവന്മാർ രണ്ടുപേരും തമ്മിൽ കൂളോമും ഗോസും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അപ്പോൾ നോക്കൂ, ഒരെണ്ണത്തിൽ നിന്ന് അടുത്ത ഒപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കൂളോംസ് ലോയുടെ അകത്ത് 1 by r cube കയറ്റി വെച്ചു കൊടുത്താൽ ഗോസസ് ലോ കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. അതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കൂളോംസ് ലോയുടെ അകത്ത് 1 by r square ആണ് വരേണ്ടത്. അപ്പോൾ അതിന് പകരം 1 by r cube എഴുതിയാൽ കൂളോംസ് ലോ ഗോസസ് ലോ കിട്ടുമോ? വേറെ ആരെങ്കിലും ലോ ആയിരിക്കും കിട്ടുക. സോ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഗോസസ് ലോയുടെ വയലേഷൻ ആവും, കൂളോംസ് ലോയുടെ വയലേഷൻ ആവും. നാച്ചുറലി അത് ഏതിൻ്റെ വയലേഷൻ ആവും? ഗോസസ് ലോയുടെ. സോ once again we have obtained what? Coulomb's law from Gauss's law. You know, see in the question they have asked you what is it? If in Coulomb's law, if we are using 1 by r cube, can you correctly get Gauss's law, Gauss's equation? You are not going to get, because these are related each other, is it? So from Gauss's law you can correctly obtain Coulomb's law. So in Coulomb's law 1 by r square is there. Am I right? Here they are asking you if you are you putting 1 by r cube. So you can put, no problem, putting is not a matter, but you will get some other man's law. Okay, you are not going to this law. So if 1 by r cube is put, naturally it leads to the violation of Coulomb's law. So automatically Gauss's law also will be violated. Okay, then see, a small test charge is released at rest in an electrostatic field configuration. Will it travel along the field line passing through that point? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, എന്നാലത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഒരു ചാർജിനെ നമ്മൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കൊണ്ട് വെച്ചു. ഒരു ചാർജിനെ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്, ഇനിഷ്യലി റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കൊണ്ട് വെച്ചു. വിൽ ഇറ്റ് മൂവ് അലോങ് ദാറ്റ്, വിൽ ഇറ്റ് ട്രാവൽ അലോങ് ദ ഫീൽഡ് ലൈൻ അലോങ് ദാറ്റ് പോയിന്റ്? അവിടെ വരച്ചിരിക്കുന്ന ഫീൽഡ് ലൈനിൽ കൂടെ അത് മൂവ് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരു ചാർജിനെ എടുത്തിട്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കൊണ്ട് വെച്ചു, റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ വരച്ച ഫീൽഡ് ലൈനിൽ കൂടെ ആ ചാർജ് മൂവ് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓർത്ത് വെച്ചോണേ. അത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്ട്രൈറ്റ് ആണെങ്കിൽ അതിൽ കൂടെ മൂവ് ചെയ്യും.
കർവ്ഡ് ലൈൻ ആണെങ്കിൽ മൂവ് ചെയ്യില്ല. ഓർത്ത് വെച്ചോണം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൽ കൂടെ മൂവ് ചെയ്യും. ഓർത്ത് വെച്ചോണം, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചാർജ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. It is placed at a particular point in an electrostatic field. So they are asking you whether it will move along the electric field line at that point. So answer is, if it is a straight line, if the electric field line is a straight line, definitely your charge will move along that. Okay, then but if it is of different shape, it cannot move. So you have to keep in mind. So it is a very important point. Now next is D. What is the work done by the field of a nucleus in complete circular orbit of an electron? See, this is nucleus. What is the charge of nucleus? Positive. Surrounding this, an electron is revolving. Am I right? See, what is providing centripetal force? The electron has negative charge. So negatively charged electron will be attracted towards the nucleus. Am I right? So this is a force, electrostatic force. Electrostatic force provides centripetal force. Am I right? No doubt. So the electron is revolving. Then what is the work done by this electrostatic field? See, suppose your electron is revolving in this direction. Okay. At this point, what will be the velocity direction? You draw a tangent. So this is a velocity. Am I right? Then if velocity is like that, displacement is also like that. See, angle between displacement and force is 90. So what is the work done? Work is equal to F dot D. Am I right? Means FD cos theta. Then here theta is 90. So work is equal to 0. So what is the work done by electrostatic field here? It is 0. Okay. Then see, we have an electron revolving in circular orbit. Then the electrostatic force of attraction between positively charged nucleus and electron provides centripetal force. Suppose your electron is revolving like this. At this point, you can draw a tangent. It gives the direction of velocity. No problem. Then see, the displacement is also like that. The angle between force and displacement is 90. So work done by the electrostatic force is 0 in this case. No doubt. Then they are asking you, so one more question that also you have to keep in mind. What if the orbit is elliptical? If the orbit is elliptical, then also the work done is 0. Keep in mind, if the orbit is elliptical, then also work is 0. Why work is 0? See, here what field? Electrostatic field. Electrostatic field is a conservative field. Work done in moving in a closed path will be definitely 0. See, last year in gravitation, you have studied this. Gravitational field is a conservative field. Work done in moving along a closed field, closed path, in conservative field will be 0. Work done in moving along a closed path, in conservative field will be 0. So, here also, your electron is moving in a closed path. Am I right? Then surrounding this nucleus, electrostatic field. Electrostatic field is a conservative field. Your electron is moving in a closed path. So work done for this process is 0. See, even if the orbit is elliptical, the electron is moving in a closed path. So moving in closed path in electrostatic field. So work done for this process will be 0. Clear? Then next section. We know that electric field is discontinuous across the surface of a charged conductor. Is the electric potential also discontinuous? See, all of you listen. This is a charged shell. Suppose this is a charged shell. Charges reside on surface. Am I right? Charges reside on surface. Then you know there is an electric field on the surface. Okay. Then see, what is the electric field in the interior? In the interior, electric field is 0. Am I right? See, here you take some other point there, with the distance electric field decreases. So at different points your electric field is different. Am I right? See, it cannot get a continuity. So it is discontinuous. So it is discontinuous. See, here the electric field is like this. Am I right? See, inside nothing. So is it continuous? So it is not continuous. So electric field is discontinuous across the surface of a charged conductor. Keep in mind, electric field is discontinuous
across the surface of a charged conductor. So here there is electric field, here there is electric field. Here inside no electric field. So no continuity there. So electric field is discontinuous across the surface of a charged conductor. What about the potential? Is it continuous or discontinuous? See, we know this is a charged conductor. Potential at every point is same. Potential is a constant. As it is same everywhere, there is continuity. So potential is continuous. Am I right? Keep in mind, electric field is discontinuous, but potential is constant and hence it is continuous. Okay? ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രോബ്ലത്തിൽ അവർ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ്, ഗസ് എ പോസിബിൾ റീസൺ വൈ വാട്ടർ ഹാസ് മച്ച് ഗ്രേറ്റർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ദാൻ മൈക്ക 6. സേ മൈക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൈക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഇൻസുലേറ്റർ ആണ്. മൈക്കയുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ്, വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇത്രയും കൂടിയിരിക്കുന്നത്? മൈക്കയ്ക്കൊക്കെ കുറവാണല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വായിക്കാം. എന്താണ്? വാട്ടർ മോളിക്യൂൾ ഒരു ബെൻഡ് ഷേപ്പാണ്, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് പോളാർ വാട്ടർ, പോളാർ ആണെന്ന് നമ്മൾ അറിയാം. സോ പോളാർ OH ബോൺസ് അതിനകത്തുണ്ട്. It has permanent dipole moment of 0.6 into 10 raised to minus 29. ആ വാല്യൂ ഒക്കെ കാണാതെ പഠിച്ചോണേ. വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എത്ര? 0.6 into 10 raised to minus 29. സോ ഇനി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. K is equal to 1 plus chi എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്? അപ്പൊ K is equal to 1 plus chi എന്ന് പറഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് എന്നല്ലേ പഠിപ്പിച്ചേ? നോക്കൂ, ഡൈപോൾ മൊമെന്റ് ബൈ വോളിയം അല്ലേ പോളറൈസേഷൻ ഡെൻസിറ്റി. ഇതിനകത്ത് പി എന്താണ്? പി എന്താണ് സജിനെ? പഴോ? പി എന്ന് പറഞ്ഞാൽ എന്താണ്? പഴമായിട്ട് ഇരുന്നോ. നോക്ക് പി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ ഡെൻസിറ്റി. അപ്പൊ ഡൈപോൾ മൊമെന്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പോളറൈസേഷൻ ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പൊ ഇവിടെ പി എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ ഡെൻസിറ്റി ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ബൈ വോളിയം. അപ്പൊ ഡൈപോൾ മൊമെന്റ് കൂടുതലാണെങ്കിൽ പോളറൈസേഷൻ ഡെൻസിറ്റി ഇവിടെ കൂടുതൽ കിട്ടും. അപ്പൊ ഈ ടേം കൂടുതൽ കിട്ടും. ഈ ടേമിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് K. അപ്പൊ K വാല്യൂ കൂടുതലായിരിക്കും. മനസ്സിലായില്ല? നോക്കൂ, ഈ പഴത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ഇനി നോക്കൂ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? K is equal to 1 plus chi. Then see, K is equal to 1 plus what is chi? Polarization density divided by epsilon 0 times electric field. This you know. Then water has bent shape, so it is polar, so its dipole moment is 0.6 into 10 raised to minus 29 coulometer. See, dipole moment is more, so if dipole moment is more, that divided by volume is polarization density, so P will be more. So if P is more, this second term is more, then that added to 1 gives dielectric constant, so K will be a big one. So this is a reason why water has more dielectric constant. Okay, so water has bent shape. It has permanent dipole moment of 0.6 into 10 raised to minus 29 coulometer. Then dielectric constant K is equal to 1 plus chi. Chi equal to what? P by epsilon 0 E. What is P? Polarization density. So if dipole moment is more, polarization density will be more. So second term will be more. That plus 1, answer K will be more. So this is a reason why water has greater dielectric constant. Okay. Then next question, read the next question, 27. That also I told in the class. സിലബസിൽ ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞാണ്. വായിച്ചോ? A cylindrical capacitor is given. Am I right? ഒരു cylindrical capacitor ആണ് അവിടെ തന്നിരിക്കുന്നത്. See, you know about cylindrical capacitor. Has 2 coaxial cylinders of length given. Length is equal to 15 centimeter. Up 15 into 10 raised to minus 2 meter. Then in radii 1.5 and 1.4 centimeter. So inner radius A is equal to 1.4 centimeter into 10 raised to minus 2 meter. Outer radius is equal to 1.5 centimeter into 10 raised to minus 2. Then charge given is Q is equal to 3.5 microcoulomb into 10 raised to minus 6 coulomb. Determine the capacitance and potential of inner plate.
Okay, these are the things to be calculated. Capacitance of spherical capacitor, cylindrical capacitor. Kanal equation. അറിയാമോ? പഠിച്ചല്ലേ ഡെറിവേഷൻ ഞാൻ പഠിപ്പിച്ചല്ലേ? അപ്പോൾ അതിനകത്ത് അറിഞ്ഞുകൂടെങ്കിൽ അതിനകത്ത് ഇക്വേഷൻ നോക്കുക. എന്താണ് ഇക്വേഷൻ? 2 pi epsilon 0 L by Ln എന്താണ് B by A എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ പറ? 2 pi epsilon 0 L ഞാൻ പഠിപ്പിച്ച ഫോമിൽ പറയണം. ഡിവൈഡഡ് ബൈ Ln B by A. ഇതാണ് ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ അല്ലേ? ഇനി Ln മാറ്റാം. അപ്പൊ ഈക്വൽ ടു 2 pi epsilon 0 L ഡിവൈഡഡ് ബൈ Ln എന്ന് പറഞ്ഞാൽ ലോഗ് B by A to the base E എന്നാണ്. ഇനി അടുത്ത ഈക്വൽ ടു 2 pi epsilon 0 L ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് മാറ്റാം 2.303 നമുക്കറിയാന്നുള്ളതാണിത്. ലോഗ് B by A to the base 10 നമുക്ക് എഴുതണ്ട. ഇനി അടുത്ത് ബാക്കി വാല്യൂ പറയൂ. 1/4 pi epsilon 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 × 10⁻⁹ ആണ്. അപ്പോഴേ ഇവിടെ 4 pi epsilon 0 എന്ന് പറഞ്ഞാൽ എത്രയാവും? 1/9 × 10⁻⁹ എന്നാണ് അല്ലേ? അപ്പോഴേ 2 pi epsilon 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പകുതിയാണ്. അതായത് ഡിവൈഡഡ് ബൈ 2. അപ്പൊ 1/18 × 10⁻⁹ ആണ്. അപ്പൊ ഇത്രയും ബോധം വേണം. അപ്പൊ പെട്ടെന്ന് ചെയ്യാം. സി കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു വേറെ എല്ലാം പറയുന്നുണ്ടോ? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എല്ലാം പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു പറയും 2 pi epsilon 0 വാല്യൂ 1/18 × 10⁻⁹. ഷോർട്ട് കട്ടിലേ ചെയ്യാവേ. അടുത്ത ഇനി അപ്പൊ ഇതിന്റെ വാല്യൂ ആയി. ഇനി എല്ലിന്റെ വാല്യൂ എത്രയാ? വാട്ട് ഈസ് എൽ? 15 × 10⁻⁻² ഡിവൈഡഡ് ബൈ 2.303 × ലോഗ് ബി എത്രയാ? വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് ഇവിടെ 1.5 × 10⁻⁻² ഡിവൈഡഡ് ബൈ മറ്റെത്ര 1.4 × 10⁻⁻². അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 1/18 × 10⁻⁹ ഇൻറ്റു 15 × 10⁻⁻² ഡിവൈഡഡ് ബൈ 2.303 ലോഗ് നോക്കുക അവിടെ 10⁻⁻² വിട്ടും 15/14 എവിടെയെങ്കിലും നോക്കുക. അപ്പോൾ 1 something എന്ന് വരും. അപ്പോൾ ഇവിടെ 1.07 എന്ന് വരും കേട്ടോ. ഇനി ലോഗ് 1.07 കാണുക. ഇനി നിങ്ങൾക്ക് ഈ ലോഗരിതമൊക്കെ അറിയാമോ? ലോഗരിതം അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി പിന്നീട് ഞാൻ ഒരു ക്ലാസ് ഇട്ട് തരാം. ലോഗരിതം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഞാൻ തരാം. അപ്പോൾ ഇപ്പം തൽക്കാലം നോക്കിയിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക ലോഗ്. അപ്പോൾ ഈ ഇതിനകത്ത് വാല്യൂ ഇടുക. യു ക്യാൻ ഗെറ്റ് ദ കപ്പാസിറ്റൻസ്. Capacitance is equal to 1.2 × 10⁻⁻10 ഫാരഡ്. ഇനി എന്താ വേണ്ടത്? അപ്പോൾ കപ്പാസിറ്റൻസ് അറിയാം. വി കണ്ടുപിടിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താണ്? Q/C അല്ലേ? Q എന്താ? വാട്ട് ഈസ് Q? 3.5 × 10⁻⁻6 ഡിവൈഡ് ബൈ C എന്താണ്? 1.2 × 10⁻⁻10. So you can get an answer that much volt. Simple അല്ലേ? So we have a cylindrical capacitor. What is a capacitance? It is a first question. So length of the capacitor given, inner radius, outer radius, then charge given, then what is a capacitance, what is a PD. So see, capacitance is equal to 2 pi epsilon 0 L by Ln B by A. Then 2 pi epsilon 0 L by this can be written as log B by A to the base E. Then the numerator as such, this can be written as 2.303 log B by A to the base 10. No need to write 10. Then put the values. 1/4 pi epsilon 0 is 9 × 10⁻⁹. 4 pi epsilon 0 is 1/9 × 10⁻⁹. So 2 pi epsilon 0 will be half of this. So you are getting this. So put the values. So you calculate the capacitance. Then what is the next? V is the next item to be calculated. V is equal to Q/C. Put the values. Okay. So that's all about that problem. Next question. Read. From that question you are getting a new result also. So be very careful. Read properly. Okay. A parallel plate capacitor is to be designed with a voltage rating 1 kilovolt. You have to construct a capacitor. Its voltage rating means you have to apply a voltage maximum
1 kilovolt means 1000 volt. Using a material of dielectric constant 3, you can use a dielectric, so dielectric constant is 3, dielectric strength is 10 raised to 7. So the dielectric, so voltage is equal to 1000 volt, am I right? So 1000 volt. Then what is the next thing given? Dielectric constant given is equal to 3. Then dielectric strength is given. Dielectric strength is 10 raised to 7 volt per meter. What do you mean by dielectric strength? Dielectric strength indicates the maximum electric field the dielectric can withstand without causing dielectric breakdown. നമ്മൾ പഠിച്ചതല്ലേ, മാക്സിമം ഡയലക്ട്രിക്കിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. അപ്പൊ ഇതിലും കൂടുതൽ അടിച്ചു കൊടുത്താൽ ഡയലക്ട്രിക് എല്ലാം കൂടെ പോഞ്ഞു പോകും. സോ ഇനി for safety we should like the electric field never to exceed say 10% of dielectric strength. അപ്പൊ നിങ്ങളൊരു കപ്പാസിറ്ററല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന കപ്പാസിറ്റർ നശിച്ചു പോകണമെന്ന് ആണ് നിങ്ങളുടെ ആഗ്രഹം അല്ല. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ നോക്കൂ, പാരന്റ്സ് വീട്ടിലിരുന്ന് ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്നു, അപ്പൊ നിങ്ങൾ നശിച്ചു പോകാനാണ് ആ ഉപദേശിക്കുന്നത് അല്ല, നല്ലതായിട്ട് വരാൻ വേണ്ടിയാണ്. അതുപോലെ ഇപ്പൊ പാരന്റ്സ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തതുപോലെ നിങ്ങൾ ആരെ ക്രിയേറ്റ് ചെയ്യുന്നു? കപ്പാസിറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. അവർ റീപ്രൊഡക്ഷന്റെ കാര്യമൊക്കെ പറയുന്നു. സോ അങ്ങനെയൊന്നും വേണ്ട. സോ ലിസൺ, അപ്പൊ നോക്കൂ ഗൗരി, എന്താണ് നീ ഉണ്ടാക്കുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് എത്ര വോൾട്ട് താങ്ങണം? 1000 വോൾട്ട് താങ്ങണം. അതിൻ്റെ അകത്ത് എന്ത് കുത്തിക്കയറ്റണം? ഒരു ഡയലക്ട്രിക് കുത്തിക്കയറ്റണം. ആ ഡയലക്ട്രിക് മാക്സിമം എത്ര താങ്ങാൻ പറ്റും? 10 raised to 7 താങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ ഇടയ്ക്ക് എത്ര ഇലക്ട്രിക് ഫീൽഡ് വേണം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 10% ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നാണ്. ഇതൊരു റൂളൊന്നും അല്ല, പക്ഷെ നിങ്ങളുടെ NCERT ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരാള് ഈ പ്രോബ്ലത്തിൽ ഈയുടെ വാല്യൂ ആയിട്ട് ഇത് തന്നെ അങ്ങ് എടുത്താലും അയാളെ തലേന്ന് വെട്ടാൻ പറ്റൂല. പക്ഷേ നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്ത് ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ. എൻട്രൻസിനായാലും പോയി ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ അവർ മാർക്ക് തരൂല. സോ ലിസൺ, അപ്പൊ എന്താണ് ഈയുടെ വാല്യൂ എന്താണ്? മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഫോർ സേഫ്റ്റി യു ടേക്ക് 10% ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത്. സോ ഇതാണ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. 10% means 10 by 100. Off means into. Dielectric strength 10 raised to 7. So 10, okay. Then 10 raised to 6 volt per meter. ബുദ്ധിമുട്ടുണ്ടോ? So this is the electric field between the plates. Then what is the minimum area of plate required to have a capacitance of 50 picofarad? So നിങ്ങൾ ഉണ്ടാക്കുന്ന capacitance എത്രയാ? 50 picofarad. 50 into 10 raised to minus 12 farad ആണ്. Then question, what is the area of plate required? ആ പ്ലേറ്റിന്റെ ഏരിയ എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറയൂ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V/D എന്നാണ്. അപ്പൊ ഇത് ഇന്ന് D എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയൂ. D is equal to V, ഇന്റർചേഞ്ച് ചെയ്ത് വയ്ക്കേ. D equal to V/E. ഇനി അപ്പൊ D എങ്ങനെ കണ്ടുപിടിക്കും? D is equal to V എത്ര? What is V? 1000 divided by E എത്ര? What is E? 10 raised to 6. അപ്പൊ ഇത് 10 raised to 3 ആണ്. ഇത് പോയി ഇത് 10 raised to minus 3 മീറ്റർ. അപ്പൊ D ആയി. ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണ്? നോക്കൂ, കപ്പാസിറ്റൻസ് വാല്യൂ 50 into 10 raised to minus 12 അല്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ട വേറെ 12 പറ. പ്ലേറ്റ് ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? കപ്പാസിറ്റൻസ് ആണല്ലോ ഇക്വേഷൻ പറ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നിങ്ങൾ ഉണ്ടാക്കുന്നത്. ε0 A/D. പ്ലേറ്റിന്റെ ഇടയ്ക്ക് എന്ത് കുത്തിക്കയറ്റുന്നു? ഡയലക്ട്രിക്. അപ്പൊ K ഇതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് എന്താണ് ചോദ്യം? A എന്താണെന്നാണ് ചോദ്യം. ക്രോസ് ചെയ്തിട്ട് A എന്താണെന്ന് ഒറ്റയടിക്ക് പറ. A is equal to CD divided by K ε0 എന്നാണ്. അപ്പൊ C എത്രയാ? What is C? 50 into 10 raised to minus 12 into D എത്ര? What is D? 10 raised to minus 3. That divided by what is K? 3 into what is ε0? 8.85 into 10 raised to minus 12. You can calculate your answer. So you will get your answer as 18.8 into 10 raised to minus 4. Area അല്ലേ? യൂണിറ്റ് എന്ത് വരും? മീറ്റർ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. സോ ലിസൺ ഹിയർ. So a point you are getting here.
So we have a parallel plate capacitor. You are going to construct a parallel plate capacitor. What is a voltage you are going to supply between the plates? 1000 volt. Then you are going to insert a dielectric. What is the dielectric constant? K is equal to 3. Then see, between the plates you are filling a dielectric. So it can withstand a maximum electric field of 10 raised to 7. So what electric field should be applied between the plates? So E, you keep in mind, the electric field which can be applied is equal to 10% of dielectric strength. So 10% of into dielectric strength 10 raised to 7, you are getting 10 raised to 6 volt per meter. Okay, then your capacitor has a capacitance of 50 into 10 raised to minus 12 farad. Then what is the area of each plate? It is a question. Then we know electric field between the plates is equal to V by D. Then what will be D? D is equal to V by E. Then V is 1000 divided by 10 raised to 6. You are getting the answer as 10 raised to minus 3 meter. Capacitance, this one. Then capacitance is equal to K epsilon 0 A by D. Am I right? Then A is equal to CD divided by K epsilon 0. Put the values, you are getting a result. Okay.